ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു വൈറൽ ബ്രേക്ക്. വൈറൽ ബ്രേക്കിലേക്ക് സ്വാഗതം എല്ലാവർക്കും. നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു എല്ലാവർക്കും. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ഒരു ഭയങ്കര ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഭയങ്കര എന്താണ് പറയാ, ചിലപ്പോ ഭയങ്കര ഒരു വലിയ കോൺട്രഡിക്ഷൻ ആണ് തോന്നിപ്പോ. കാരണം അദ്ദേഹം ബേസിക്കലി ഒരു ഡെന്റിസ്റ്റ് ആണ്, ഒരു ദന്തരോഗ വിദഗ്ധനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കയ്യിലിരിപ്പ് വെറും ഒരു ദന്തരോഗ വിദഗ്ധൻ എന്നുള്ളതല്ല. അദ്ദേഹത്തിന് ഇടപെടാത്ത മേഖലകളില്ല. ഒരു നല്ല ഒരു വാഗ്മിയാണ്, നല്ല ചിത്രകാരനാണ്, നല്ലൊരു നടനാണ്. ഒരു ഷോർട്ട് ഫിലിമിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്, നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പോരാത്തിന് ഒരു ഹോഗ് മെമ്പറും കൂടാണ്. ഹാർലി ഡേവിഡ്സൺ ഓടിക്കുന്ന ഒരു ഡെന്റിസ്റ്റും കൂടാണ്. പക്ഷെ എന്നാൽ അദ്ദേഹത്തിന്റെ സൗഹൃദങ്ങൾ എല്ലാ തുറകളിലുള്ള ആളുകളുമായിട്ടും വളരെയധികം സൗഹൃദങ്ങൾ വെച്ച് പുലർത്തുന്ന ഒരു ഡോക്ടറും കൂടാണ്. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണലും കൂടാണ്. ഇനി പോരാത്തതിന് രണ്ട് കാര്യങ്ങൾ, അദ്ദേഹം ഒരു മെഡിക്കൽ കോളേജിലെ പ്രൊഫസറാണ്. ഇതിലൊന്നും പോരാഞ്ഞിട്ട് നാഷണൽ പ്രോസ്തഡോണ്ടിക് സെക്രട്ടറിയുടെ നാഷണൽ സെക്രട്ടറി കൂടിയാണ്. വെൽക്കം ഡോക്ടർ രൂപേഷ് ലാൽജി ടു വൈറൽ ബ്രേക്ക്. വെൽക്കം വൺസ് അഗൈൻ. രൂപേഷ്, ഭയങ്കര രസമായിട്ടുണ്ട്. ഈ താടി ഈ ലോക്ക്ഡൌൺ വേർഷൻ ആണ് താടി. ആ ചോദ്യത്തിന് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു ഫോർ എന്നെ പ്രോഗ്രാമിൽ ഇൻവൈറ്റ് ചെയ്തതിലും. ഇറ്റ്സ് എക്സ്ട്രീംലി ഐ എം റിയലി ഹാപ്പി ദാറ്റ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ വരുന്നത് സംസാരിക്കുന്നത്. ഇറ്റ് ലുക്സ് ലൈക്ക് ഐ നോ യു ഫോർ ഇപ്പൊ നമ്മൾ എത്ര വർഷം നമ്മൾ എത്ര വർഷം നമ്മൾ തമ്മിൽ പരിചയമുണ്ടെന്ന് പറഞ്ഞാൽ ആൾക്കാര് നമ്മൾ അപ്പന്മാരെ പറയും. So I think I'll keep that to ourselves. നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരു 15 കൊല്ലമായിട്ട് അറിയാന്ന് പറയാ. അതെ, ആൻഡ് ഒരുമിച്ച് പഠിച്ചത് നഴ്സറി ക്ലാസ് മുതലാണെന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. അപ്പം ഇങ്ങനെ ഒരു കാഷ്വൽ ചാറ്റ്. ഞാനിപ്പോ സുജിൽ അയച്ചെന്ന മറ്റേ ഇതിന്റെ പ്രൊമോ പോസ്റ്റിംഗ് ടു മൈ ഗ്രൂപ്പ്, മെനി ഓഫ് ദം തോട്ട് ഇതൊരു ഡെന്റൽ ടോക്ക് ആയിരിക്കും. അപ്പൊ പലരെയും വിളിച്ചു വെച്ചു, സാറേ ഏത് ടോപ്പിക്കാണ് സാറ് സംസാരിക്കുക, സാർ ഇതിനെ പറ്റി സംസാരിക്കാമോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സംസാരിക്കാമെന്ന ടോപ്പിക്ക് ജീവിതം എന്ന ടോപ്പിക് ആയിരിക്കും. കാരണം എന്റെ സുഹൃത്ത് ആണ് എന്റെ ഹോസ്റ്റ്. അപ്പൊ മിക്കവാറും ദ ടോപ്പിക് ഇസ് ഗോയിങ് ടു ബി ഓൺ ലൈഫ് ആൻഡ് ലൈഫ് ഡ്യൂറിങ് ദി കറന്റ് സിറ്റുവേഷൻ. ഇപ്പൊ നീ ചോദിച്ച പോലെ ഈ താടി വളരെ മോഹിച്ച് വെച്ചൊരു താടിയാണ്. പലരും എന്നെ കാണുമ്പോ ചോദിക്കുമ്പോ ഡോക്ടറാണല്ലേ, ഇൻട്രൊഡ്യൂസ് മൈസെൽഫ് ദാറ്റ് ഐ ആം സോ ആൻഡ് സോ. ഡോക്ടറിന്റെ ലുക്കൊന്നും ഇല്ല എന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ഇൻഫാക്ട് നമ്മുടെ ഡ്രാമ നാടകത്തിന്റെ ഡ്യൂറിങ് ആർ ഷോർട്ട് ഫിലിം വെൻ യു ആസ്ക് മീ ടു താടി എടുക്കണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്കൊരു ഇച്ചിരി വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഒരു 3 കൊല്ലമായി പോറ്റി വളർത്താൻ ഒരു എക്സ്ക്യൂസും വേണമല്ലോ, വീട്ടിൽ പറയണമല്ലോ. അപ്പൊ നവംബർ എന്നൊരു മാസം വന്നപ്പോ നോ ഷേവ് നവംബർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആണുങ്ങൾക്ക് മാത്രമായിട്ടൊരു മാസം ദൈവം സഹായിച്ച് ഒരു മാസം നമുക്ക് ഇത് വളർത്താൻ വേണ്ടി നോ ഷേവ് നവംബർ. നവംബർ ഇസ് കോൾഡ് നോ ഷേവ് നവംബർ. Basically, like women have a month for breast cancer, we have a month for prostate cancer. So this no shave November is for that. Okay. അറിയില്ലായിരുന്നോ? ഇല്ല, എനിക്ക് എപ്പോഴും അറിയുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ അവയർനെസ് മന്തും കൂടിയാണ് നവംബർ. No shave November. No shave. So we and I thought I kind of looked pretty മുഖത്തുള്ള കുറെ വൃത്തിയോടൊക്കെ മാറി കിട്ടി എന്നൊക്കെ വിചാരിച്ചിട്ട്. So it kind of continued. Okay. So I tried to convince my wife no shave November എന്ന് പറഞ്ഞാൽ നവംബർ മാത്രമല്ല, ഒരു നവംബർ മുതൽ മറ്റൊരു നവംബർ വരെയാണ് അതിന്റെ കാലാവധി എന്നെല്ലാം ഞാൻ നമ്മുടെ ഭാര്യയെ പറഞ്ഞ് മനസ്സിലാക്കി, വീട്ടുകാരെയും പറഞ്ഞ് മനസ്സിലാക്കി. പിന്നെ they got used to it. ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ടിക്ലിഷ് ആവുന്നല്ലാണ്ട് അതിനെപ്പറ്റി. But it also save money. Money and effort. Exactly. So now when you talk about why I took it off, especially doctors, I thought you should also be ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് വേറെ സാരി ക്യാമ്പയിൻ,
അപ്പൊ അതേപോലെ ഐ തോട്ട് വി ഷുഡ് ബി വെയറിംഗ് സം സോർട്ട് ഓഫ് റെസ്പോൺസിബിലിറ്റി ഓൾസോ എന്ന് എനിക്ക് തോന്നി. അപ്പം WHന്റെ ഒരു പോസ്റ്റർ ഞാൻ ഇതിന്റെ ഇടയിൽ കണ്ടു. അതായത് ഈ ബിയേർഡ്, when you wear a beard is also, unless you keep it and groom it properly, അതൊരു അണുക്കൾ എല്ലാം വന്നുകൂടാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. എക്സാക്ട്ലി. പലരുടെയും താടിയും മുടിയും അതെല്ലാം അതായിരിക്കും, ഒരു എക്കോസിസ്റ്റം തന്നെയാണ്. അപ്പം WHന്റെ ഈ the plea was that especially doctors, when we wear the mask, നമ്മൾ ഈ മാസ്ക് താടിയുള്ള സ്ഥലങ്ങളിലൊന്നും will not have a close adherence to the skin, and it can be a health issue, so that is one thing which it can be a wildlife sanctuary. It can be a deterrent to your work. അപ്പൊ അതും ഒരു കാരണം. പിന്നെ ഇതിന്റെ അകത്ത് എന്തൊക്കെയാണെന്നുള്ളൊരു മനസ്സിലാക്കണമെന്ന് തോന്നൽ. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോ ചിലര് പറയുന്നത് ഇച്ചിരി ചെറുപ്പമായിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. But the reason behind taking it off was I was trying to be socially responsible and to show my I have some students also who I teach, so to make them aware that this is what it is. You need to be socially responsible. You need to be careful for yourself as a medical professional. We have to be the dental professionals are more vulnerable, is what the saying is. You talked about being a doctor. You come from a doctor family. You're a doctor panchayatan. Your father is a doctor, mother is a doctor, your wife is a doctor. അപ്പൊ ഈ ഡോക്ടർ പഞ്ചായത്തിലുള്ള ഈ ലൈഫ് അത് നിങ്ങളെല്ലാരും കൂടെ ഇരിക്കുമ്പോ നിങ്ങൾ സംസാരിക്കുന്നത് ഈ മെഡിക്കൽ വിഷയങ്ങളായിരിക്കും. കാരണം എന്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഒരു ഡെന്റിസ്റ്റ് പഠിക്കാനായിട്ട്, ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന കാലത്ത് അദ്ദേഹം പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡെന്റിസ്റ്റ് പഠിക്കാനായിട്ട് ഒരു കോളേജിൽ പോയി. കോളേജിൽ ചെന്ന് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്നു. ആദ്യത്തെ ഒരു ലീവിന് വന്നു. അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടെ കൂടുന്ന ഒരു സ്ഥലമുണ്ട് വൈകുന്നേരങ്ങളിൽ. അപ്പൊ അവിടെ ആദ്യം കണ്ടത് എന്നെയാണ് പുള്ളി ആദ്യം തന്നെ കണ്ടത്, വന്ന വഴി തന്നെ. അപ്പൊ എന്നെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ട് എന്നോട് വാ തുറക്കാൻ പറഞ്ഞു. അപ്പൊ വായ ഇങ്ങനെ തുറന്നു. അപ്പൊ പുള്ളി എന്നെ താടിക്ക് ഇങ്ങനെ പിടിച്ച് വായൊക്കെ നോക്കിയിട്ട് പറഞ്ഞ്, നിന്റെ ഓക്ലൂഷൻ ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തോ വലിയ പ്രശ്നമാണ് എന്റെ മുഖത്ത്, അല്ലെങ്കിൽ ഇനിയിപ്പോ സ്വാഭാവികമായിട്ടുള്ള വൃത്തികേടിനുപരിയായിട്ട് ഇനി ഒക്ലൂഷൻ എന്ന് പറയുന്ന വേറെ എന്തെങ്കിലും മാരകമായിട്ടുള്ള പ്രശ്നമുണ്ടോ എന്ന് ഞാൻ വിചാരിച്ചു കണ്ടു. അപ്പൊ പുള്ളി ഡെന്റിസ്ട്രിക്ക് പോയിട്ട് 30 ദിവസമായിട്ടുള്ളൂ. അതിന്റെ ഇടയിൽ പുള്ളി ആളുകളെ പിന്നെ അങ്ങനെ അദ്ദേഹത്തിന് നമ്മൾ പേരിട്ടു ഒക്ലൂഷൻ. അപ്പൊ ഇത് പറഞ്ഞു വരുമ്പോ ഈ ഡെന്റിസ്ട്രി, ഞാൻ ആക്ച്വലി നമ്മള് വർഷങ്ങൾക്ക് ശേഷം റീകണക്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് ഡെന്റിസ്ട്രിക്ക് ഇത്രയധികം ശാഖകളുണ്ടെന്ന് അറിയുന്നത്. പ്രോസ്തെറ്റിക്സ്, ഓർത്തഡോണ്ടിസ്ട്രി, മാക്സിലോഫേഷ്യൽ, ഓറൽ സർജൻ, ഇങ്ങനെ പല പല സംഭവങ്ങൾ. അല്ല, ഇത് ഞാൻ ഒരു സിമ്പിൾ ചോദ്യം, നീ പല്ലിന്റെ ഏത് ഭാഗത്താണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? കാരണം ഇത്രയധികം സ്പെഷ്യലൈസേഷൻ ഒരു വായിക്കകത്തുള്ള 32 പല്ലിന് ഇത്രയധികം സ്പെഷ്യലൈസേഷന്റെ ആവശ്യമുണ്ട്. അല്ല, ഈ ക്വസ്റ്റ്യൻ വളരെ ആനുകാലിക പ്രസക്തിയുള്ള സംഗതിയാണ്. കാരണം പലർക്കും ഒരു പല്ല് ഡോക്ടറാണ്. ആകെ ഈ ചുറ്റുവട്ടത്ത് കിടന്ന് കളിക്കുന്ന ആൾക്കാർക്ക് വേറെ എന്ത് സ്പെഷ്യലൈസേഷൻ ഉണ്ടാവാം എന്നുള്ളൊരു ചോദ്യം. പക്ഷെ പബ്ലിക്കിന് they need to be aware that our specialty dentistry also is diversified. പല സ്പെഷ്യാലിറ്റികളായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന നീ പറഞ്ഞ പോലെ പ്രോസ്തോ, ഓർത്തോ, ഓറൽ സർജറി, പെരിഡോണ്ടിക്സ്, ഇങ്ങനെയുള്ള പല പേരുകളും പെരിഡോണ്ടിക്സ് എന്ന ഈ പേരുകളും സുജിലിനും പുതുമയുള്ള പേരുകളായിരിക്കും. It might be some new kind of a name for you also. Most of our educated people also, we are very aware that for a cardiac condition we need to meet a cardiologist. For a respiratory, pulmonology, gynecology, ഇങ്ങനെ പലരും. പണ്ട് കാലത്ത് എന്റെ ചെറുപ്പത്തിൽ എന്റെ അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന സമയത്ത് അവരും എല്ലാ ആവശ്യത്തിനും വേണ്ടിയുള്ള ഒരു ഡോക്ടറായിരുന്നു. ഒരു ഡോക്ടർ എല്ലാം കാണുമായിരുന്നു. പക്ഷെ സയൻസ് പ്രോഗ്രസ്, കാലം മാറുന്നതനുസരിച്ച് we have, and probably it is also for the good. കാരണം
ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ നോക്കുന്ന സമയത്ത് യു ക്യാൻ ഹാവ് യുവർ എക്സ്പെർട്ടീസ് ഗിവൺ ഇൻ ടു ദാറ്റ് ഫീൽഡ്. അപ്പൊ നീ ചോദിക്കുന്ന പ്രോസ്റ്റഡോണ്ടിസ്റ്റ് എന്ന് പറഞ്ഞ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വി ആർ ദ പീപ്പിൾ ഹു ഡീൽസ് വിത്ത് ദി ബ്യൂട്ടിഫിക്കേഷൻ, റിസ്റ്റോറേഷൻ, റീപ്ലേസ്മെന്റ് ഓഫ് എനിത്തിങ്, ടീത്ത് ആസ് വെൽ ആസ് വായിൽ ചുറ്റുമുള്ള ഓറോഫേഷ്യൽ സ്ട്രക്ചേഴ്സ് ഓൾസോ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ എന്നെ ഒരു സൽമാൻ ഖാൻ ആക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഞാനിപ്പോ ഒരു കാര്യം കാണിച്ചു തരാം. ഒരു ചെറിയൊരു ഉദാഹരണം, ഐ മീൻ an example of probably what we can do. Okay. എങ്ങനെയുണ്ട്? അത് ഇത് ഒരു പല്ല് കളഞ്ഞ എന്റെ ഇടയിൽ എന്തോ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണല്ലോ. This is what a prosthodontist can do. make you look handsome, beautiful, and pretty. So this is basically I'm not too sure whether that made you look handsome or എനിക്ക് അങ്ങനെ സൽമാൻ ഖാൻ ആവാം. അതിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? അത് ഇനി സയൻസ് അതിനും പുരോഗമിക്കേണ്ടി വരും. കാരണം പല്ല് മാത്രം ചെയ്തോണ്ട് നീ ഒരു സൽമാൻ ഖാൻ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞോണ്ട് ചോദിച്ചാ. ഈ ഫേസ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു സിനിമ വന്നിട്ടുണ്ട്, കണ്ടിരുന്നു? ഫേസ് ഓഫ്. അതെ, നിക്കോളസ് കേജും ജോൺ ട്രാവോൾട്ട. അപ്പൊ അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ആവുമായിരിക്കാം. പക്ഷെ അവിടെയും ഞാനൊരു ഡെന്റിസ്റ്റിന്റെ കൈ, അല്ലെങ്കിൽ അവരുടെ ഒരു ഫേസ് ഓഫിനകത്ത് ഒരു 5-6 ഡെന്റിസ്റ്റുകൾ ഒരുമിച്ചിരുന്ന് ചെയ്ത് അവനുള്ള ഒരു ചാൻസ് ഇല്ലേ? അത് ലൈക്ക് യു സെഡ്, when planning a full scale smile designing, ഇതിനെല്ലാം ഈ സ്മൈൽ ഡിസൈനിങ് എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അപ്പം ഈ സ്മൈൽ ഡിസൈനിങ്ങിലും there are various specialists who kind of എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. We go as a team when you go for a full scale makeover. പക്ഷെ അവിടെയും ഒരു ക്യാപ്റ്റന്റെ സ്ഥാനം ഒരു പ്രോസ്റ്റഡോണ്ടിസ്റ്റിനായിരിക്കും. കാരണം അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ലുക്സ് ആൻഡ് ഫങ്ഷൻ. നമ്മൾ വെറുതെ ഭംഗിയാക്കിയിട്ട് കാര്യമില്ല, എന്റെ ഫങ്ഷൻ ഓൾസോ. എന്റെ സുഹൃത്ത് പറഞ്ഞ പോലെ ഒക്ലൂഷൻ എന്ന് പറഞ്ഞ സംഗതി. So basically I like to say our specialists are smile designers and occlusion engineers. ഇത് കൂടാതെ ഈ പ്രോസ്റ്റഡോണ്ടിസ്റ്റ് പറഞ്ഞ സ്പെഷ്യാലിറ്റി ഇപ്പം ഈ ന്യൂറോമസ്കുലർ ഡെന്റിസ്ട്രി എന്ന് പറഞ്ഞൊരു സംഗതിയും ഇസ് ബിക്കമിങ് വെരി പോപ്പുലർ. ലൈക്ക് EMJ പെയിൻ, ടെമ്പറോമാൻഡിക്കുലർ ജോയിന്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പം ആ പെയിൻ പലർക്കും ഇപ്പം കടുത്ത മാനസിക സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ റോഡ് ട്രാഫിക് ആക്സിഡന്റ്, അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് TMJ ഇഷ്യൂസുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് മാനേജ് ചെയ്യുന്നതും ഒരു പ്രോസ്റ്റഡോണ്ടിസ്റ്റ് ആണ് അതിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, ട്രെയിൻഡ്. ആസ് വെൽ ആസ് യുവർ സ്ലീപ്പ് apnea. I'm sure your wife, probably if you ask your wife, she'll tell that you are snoring. അതെ. അപ്പൊ സ്ലീപ്പ് apnea എന്ന് പറഞ്ഞൊരു സംഗതി എന്റെ ഒരു അടുത്ത ഫ്രണ്ട് ഉണ്ട് who actually sleeps with the machine on. Correct, exactly. അത് ഈ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് apnea എന്ന് പറഞ്ഞൊരു സംഗതി is a life threatening condition which many of us doesn't know. അപ്പം ഈ കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പൊ വളർന്നു വരുന്ന ഒരു സയൻസ് ആണ്. പലരും ഇപ്പൊ പല ആശുപത്രികളിലും ഈ സ്പെഷ്യലിസ്റ്റുകൾ പാർട്ട് ഓഫ് പൾമോളജി ഡിപ്പാർട്ട്മെന്റ് ആണ്. ബട്ട് ഈ പ്രോസ്റ്റഡോണ്ടിസ്റ്റ് ആസ് എ സ്പെഷ്യലിസ്റ്റ് ആൾസോ വി ആർ ഓൾസോ ട്രെയിൻഡ് partly in managing these kind of situations. ഇതൊരു സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് സയൻസ് ആണ് സ്ലീപ്പ് മെഡിസിൻ, സ്ലീപ്പ് apnea, TMD, ടെമ്പറോമാൻഡൽ ഡിസോർഡർ. ഇതൊക്കെ നമ്മൾ പലരും അവോയ്ഡ് ചെയ്ത് പോകുന്ന ഒരു സംഗതിയാണ് പലപ്പോഴും. ബട്ട് unfortunately it is a life threatening kind of a situation. I know. അതെ, we are here to discuss about how to set life on a peaceful path. അപ്പൊ അതിനകത്ത് നേരത്തെ പറഞ്ഞൊരു സാധനം, ഒക്ലൂഷൻ എഞ്ചിനീയേഴ്സ്. ഈ MBBS ഡോക്ടേഴ്സ് എല്ലാ ഡെന്റിസ്റ്റുമാരെയും ഡോക്ടർ എന്ന് വിളിക്കുന്നതിന് പകരം ഇതുപോലെ എഞ്ചിനീയേഴ്സ് എന്ന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പണ്ട് ഒരു മുറവിളി കൂട്ടിയതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു തമാശ. ചോദ്യം ചോദിച്ചത് ഞാൻ വേറൊരു തമാശ പറയും. കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ പരിചയമുള്ള ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ഡെന്റിസ്റ്റ്, പുള്ളിക്കാരൻ ഒരു പുള്ളിക്കാരനെ കാണാൻ വേണ്ടി ഒരു കൈ നോക്കുന്ന ഒരു വിദഗ്ധൻ പുള്ളിക്കാരനെ കാണാനായിട്ട് വന്നു. ഏതൊരു പാർട്ടിക്ക് പോയ സമയത്തോ മറ്റോ കണ്ടാണ് ഈ കൈ നോക്കുന്ന ആള്. അപ്പൊ അയാൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട്
he was trying to boost himself, saying that I am the best. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്കറിയാം, നിങ്ങളുടെ കൈ നോക്കി ഞാൻ നിങ്ങളുടെ ഭാവി ഭൂതം കാര്യങ്ങളെല്ലാം പറയും. അപ്പൊ എന്റെ പരിചയമുള്ള ഡെന്റൽ ഡോക്ടർ പുള്ളിക്ക് ഇദ്ദേഹത്തിന് പരിചയമില്ല, അദ്ദേഹത്തിന് ഇയാളിനെയും പരിചയമില്ല, ആദ്യമായിട്ട് കാണുന്നു അവിടെ വെച്ചിട്ട്. So what he did was he went to this palmist and told him, okay, നിങ്ങൾ പറയുന്നതൊക്കെ ശരി, എനിക്ക് നിങ്ങളെ തൽക്കാലം വിശ്വാസമില്ല, പക്ഷെ നിങ്ങൾ എന്റെ കൈ നോക്കിയിട്ട് ഞാൻ എന്ത് ജോലി ആണ് ചെയ്യുന്നത്, ഞാൻ എന്ത് ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണലാണ്, മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ ഐ വിൽ പ്രോബ്ലി ആക്സെപ്റ്റ് ദാറ്റ് palmistry is a science. കൈനോട്ടം ഒരു ശാസ്ത്രമാണെന്ന് ഞാൻ സമ്മതിക്കാം. അപ്പം ഇയാള് നോക്കി, വിത്തിൻ ഒരു കുറച്ച് സമയത്ത് തന്നെ ഇയാളുടെ മുഖത്ത് സംശയത്തിന്റെ ചുഴികളും മുഖത്ത് വല്ലാതെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ലുക്കും എല്ലാം വന്നു. അപ്പൊ കുറച്ചു കഴിഞ്ഞ് ഇയാള് ഇദ്ദേഹത്തിനെ നോക്കിയിട്ട് പറഞ്ഞു, സാറിന്റെ കൈ ഒരു അസാധ്യമായിട്ടൊരു കൈയാണ്. ഒരു വിധത്തിൽ ഞാൻ എന്റെ അടുത്ത് നോക്കുമ്പം ഇത് നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു സാർ ഒരു ബ്യൂട്ടീഷ്യൻ ആണെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു കണ്ടപ്പോ. കാരണം കുറെ ആൾക്കാരെ താങ്കൾ ഭംഗി വരുത്തുന്നു അങ്ങനെയുള്ള, അപ്പം ഒരു ബ്യൂട്ടീഷ്യൻ ആവാം എന്ന് ഞാൻ വിചാരിച്ചിരുന്നപ്പോഴാണ് ഞാൻ വേറെ വിധത്തിൽ നോക്കിയപ്പം ഒരു എഞ്ചിനീയറിന്റെയും ഒരു മെക്കാനിക്കിന്റെയും കൈ പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. അത് ഞാൻ ഏകദേശം അത് പ്ലാൻ ചെയ്ത് അതായിരിക്കും എന്ന് പറയാൻ വന്നപ്പോ നോക്കിയപ്പോഴാണ് കൂടുതൽ ഒരു മേസ്തിരി പണി ചെയ്യുന്ന പണിയും കൂടി നിങ്ങൾ ചെയ്യുന്നുണ്ട്. കുറെ സിമെന്റ് മിക്സ് ചെയ്യലോ പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പണി ചെയ്യുന്ന പണി പോലെയോ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. അതിൽ ഞാൻ ഇങ്ങനെ ഉറപ്പിക്കാന്ന് വിചാരിച്ചപ്പോഴാണ് നിങ്ങളൊരു സർജൻ ആണെന്നും കൂടി ഞാൻ കാണുന്നു ഇതിന്റെ അകത്ത്. നിങ്ങൾ സർജറി ഒരു സർജനോ ഒരു ഡോക്ടറോ അങ്ങനെയുള്ള എന്തോ കാണുന്നു. സാറേ ഞാൻ തോറ്റു, എനിക്ക് എന്താന്ന് പോലും പറയാൻ പറ്റുന്നില്ല. നിങ്ങളൊരു വിചിത്രമായൊരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരു മനുഷ്യരാണ് നിങ്ങൾ. അതുകൊണ്ട് എനിക്കറിയില്ല സാറിന്റെ ജോലി എന്താണെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ബേസിക്കലി ഡെന്റിസ്ട്രി എൻകംപാസസ് ഓൾ. വി ആർ പ്രോബ്ലി മോർ. നമ്മളൊരു ഡെന്റൽ ക്ലിനിക്കിൽ, ഇപ്പൊ ഒരു പുതിയൊരു മോഡേൺ ഡെന്റൽ ക്ലിനിക്കിൽ സുജിൽ ഒന്ന് പോയി കണ്ടാൽ you will probably be amazed at the kind of gadgets that we have. It's probably straight out of science fiction movies, the kind of gadgets dentistry uses. The first time I saw this, എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഈ ഇങ്ങനത്തെ വലിയ സംഭവങ്ങളൊക്കെ കാണുന്നത് was in your clinic way back in early 90s. And we automated ചെയറും മറ്റേ വായിക്കാത്തോട്ട് കൊണ്ടുപോകുന്ന കണ്ണാടി ഉൾപ്പെടെ light. So അതെല്ലാം ancient. Now see, I don't know whether you have done any dental procedures in your mouth. എന്തെല്ലാം ചെയ്തിട്ടുണ്ടോ? ഒരു സാധനം മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അളവെടുക്കുന്ന പരിപാടികളൊക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ വായിലൊരു മോൾഡ് അല്ലേ, മോൾഡ് എടുക്കുക. ഇപ്പൊ അതെല്ലാം ഡിജിറ്റലാണ്. ഒരു സ്കാനറാണ് വായിലിട്ടിട്ട് പല്ലിന്റെ just like you do your scanning, you scan and you don't even do anything to the lab. അത് കമ്പ്യൂട്ടറിൽ ഒരു പ്രത്യേക ഫോർമാറ്റിൽ ലാബറട്ടറിയിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു ആ ഡിജിറ്റൽ ഇൻഫർമേഷൻ. അവിടെ നിന്ന് അവരത് so you can't blame the doctor for calling. You can't blame the doctor for calling us an engineer. We take pride if the doctors are calling us engineers also. Plus we are also engineers ആണ്, ആർട്ടിസ്റ്റുകളാണ്. I think majority of our dentists are good artists. കാരണം aesthetics, ഭംഗിയാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം. നമ്മുടെ ഒരു പേഷ്യന്റ് നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ പേഷ്യന്റ് പുഞ്ചിരിയോടുകൂടി പോകുന്നു എന്നൊക്കെ പറയുന്നത് aesthetics is the final outcome. So all dentists the time ഈ 5 വർഷം പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ ഒരു ബേസിക് ആർട്ടിസ്റ്റ് സെൻസ് അവന്റെ മനസ്സിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മളുടെ പല പ്രൊസീജിയറുകൾ നമ്മൾ കോളേജിൽ ചെയ്യുന്ന കാർവിങ് അങ്ങനെയുള്ള പല പ്രൊസീജിയറുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഒരു ആർട്ടിസ്റ്റിനെയും കൂടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ മനസ്സിൽ. അപ്പൊ വെറുതെ അല്ല, യു ഹാവ് ദിസ് ആർട്ടിസ്റ്റിക് എലിമെന്റ് വിത്തിൻ യു. ഐ നോ ദാറ്റ് യു ഡ്രോ വെൽ. ഈ കൈകൊണ്ട് ഉള്ള വര അത് ചെറുപ്പത്തിൽ എനിക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഈ ഹൗ ഡു യു ലൈക്ക് ടു ബി നോൺ ആസ്, അല്ലെങ്കിൽ ആസ് എൻ ആർട്ടിസ്റ്റ് ഡോക്ടർ ഓർ an artist actor doctor? I've seen you perform on stage. I've seen you act in a film. ഇതെല്ലാം കൂടെ ചേർന്ന് what is that makes you happy? ഇതിനകത്ത് ഏത് സാധനം ചെയ്യുമ്പോഴും ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉള്ളത്? See, many a times I think I don't know, our generation many a times most of us have been
in some profession by chance. അന്ന് നമുക്ക് വലിയൊരു ചോയ്സ് ഇല്ല. മനസ്സിലായി? നമ്മുടെ അച്ഛൻ ചോദിക്കുവോ നിന്റെ അടുത്ത്, എടാ നീ പടം വരയ്ക്കുന്നോ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവുന്നു എന്നൊരു ചോദിച്ചു. highly impossible. That kind of a question. Whether you want to become a painter, or you want to be a doctor, or you want to be a sculptor. എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്ന ഒരു ആഗ്രഹം എനിക്കൊരു ഷെഫ് ആവണം. എന്റെ even now I have that. Even if you ask me, that is a passion. I don't know. I always dream of having a small eatery or a restaurant. പക്ഷെ വേറെ കാര്യമുണ്ട്, അത് എനിക്ക് ഉറപ്പുള്ള കേസാണ്, അത് ഭയങ്കര ഫെയിലർ ആയിരിക്കും അങ്ങനെ തുടങ്ങിയ. എന്താ കാര്യം അറിയോ? അല്ല, ഇത് എന്താ കാര്യം അറിയോ? അല്ല, അതിന് റീസൺ ഉണ്ട്, അതിന് വ്യക്തമായ ഒരു റീസൺ ഉണ്ട്. ഞാൻ വെറുതെ ഇരുന്ന് പറയല്ല. കാരണം ഞാൻ ഈ ആർട്ടിസ്റ്റ്, ഡോക്ടർ, ആക്ടർ ഒരു റെസ്റ്റോറന്റില് ഏതാണ്ട് ഒരടി നീളമുള്ള ഒരു കരിമീൻ വാങ്ങിച്ചിട്ട് അതിന്റെ എല്ലിന്റെ അംശം പോലും ബാക്കി വെക്കാതെ കടിച്ച് ചവച്ച് തിന്നുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പൊ അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഒരാള് ഒരു റെസ്റ്റോറന്റ് തുടങ്ങി കഴിഞ്ഞാല് അവിടുത്തെ മെയിൻ അവിടെ സാധനം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ഒരാളായിട്ട് മാറും. അത് ഒരു ഡെന്റിസ്റ്റ് അങ്ങനെ കഴിക്കുന്നതിനെ പറ്റി കുറ്റം പറയാൻ പറ്റില്ല സുജിൽ. എങ്ങനെ നമ്മൾ പേഷ്യന്റിനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതും അവർ ചെയ്യുന്നത് എങ്ങനെ ചവയ്ക്കണം, എങ്ങനെ എത്ര ബലത്തിൽ ചവയ്ക്കണം, ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പൊ നമ്മൾ we need to inculcate all those in our practice also. We have to. That's correct. And interestingly, you showed me how to brush the teeth. Exactly. അതാണ് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം. ഇപ്പൊ കൊച്ചിലെ മുതൽ നമ്മളെ പാരന്റ്സ് നമ്മളെ പല്ലേക്കാൻ പഠിപ്പിച്ചിട്ടുള്ള മുഴുവൻ ഇങ്ങനെയാണ്. ഒരുമാതിരി ട്രെയിൻ ഓർഡർ അല്ല ഇത്. അത് ഒരു കുറെ നാളുകൾക്ക് ശേഷം ഞാൻ എന്റെ ദന്തരോഗ വിദഗ്ധൻ സുഹൃത്തിനെ കാണുമ്പോഴാണ്, അദ്ദേഹം പറയുമ്പോഴാണ് അറിയണത് ഇങ്ങനെയല്ല പല്ല് തേക്കേണ്ടത്. അത് ട്രെയിനിന്റെ ചക്രം ഓടുന്ന പോലെയാണ് ചെയ്യേണ്ടത്. മറ്റേ ചക്രമല്ല, ട്രെയിനിന്റെ വീൽസ് കണക്ട് ചെയ്യുന്ന ആ ബോഡി കോൾ ഒരു പേരുണ്ടല്ലോ, അത് കണക്ട് ചെയ്യുന്ന ആ റോഡ് പോകുന്ന പോലെയാണ് അല്ലേ? അതൊന്ന് കാണിച്ചു തരാമോ എങ്ങനെയാണ് പല്ല് തേക്കേണ്ടത്? പല പ്രേക്ഷകരും എന്നെ പോലെ തന്നെ the first thing is that you need to have a minimum of ഒരു 3 മിനിറ്റ്. അതെ, 3 minutes of brushing രാവിലെയും രാത്രിയും നമ്മൾ ഒരു 3 മിനിറ്റ് വെക്കണം. നമ്മള് you will be surprised to know if you time your brushing in the morning, you hardly will be you yourself, if you time that your brushing times. ഞാൻ ബ്രഷ് ചെയ്യണ ഏതാണ്ട് ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി നടക്കണ പോലെയാണ്. അതായിരിക്കാം. പക്ഷെ ഒരു 40-45 മിനിറ്റേ നീ ബ്രഷ് ചെയ്യുന്നുണ്ടാവുള്ളായിരിക്കും. സെക്കൻഡ് ഒരു 30 സെക്കൻഡ് 40 സെക്കൻഡ് ആയിരിക്കും മാക്സിമം ടൈം എന്ന് എനിക്ക് തോന്നുന്നു. അത് നമ്മൾ ടൈം ചെയ്ത് നോക്കിയാൽ നമ്മൾ വിചാരിക്കും ഇറ്റ്സ് എ ലോങ്കർ പ്രോസസ് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും, ബട്ട് ദാറ്റ് ഇസ് ഹാർഡ്ലി വാട്ട് ഇറ്റ് ഈസ്. ആൻഡ് സെക്കൻഡ്ലി many of us fail to brush in the night. അതെ, ഒന്ന് കൈവക്കിയേ, രാത്രി ബ്രഷ് ചെയ്യുന്ന ആളൊന്ന് കൈവക്കി. ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ. So the best way to keep a dentist out of your business is to brush it. അല്ലെ, ഇത് കാണുന്ന പ്രേക്ഷകർ കുറെ പേര് ഇപ്പൊ കൈയൊക്കെ ഇങ്ങനെ പകുതി വരെയൊക്കെ പൊക്കിയിട്ട് നിൽപ്പുണ്ടാവും. അത് ഡോക്ടറൊക്കെ എങ്ങനെ മനസ്സിലായി? അല്ല, നമ്മളിപ്പോ എത്ര പ്രൊഫഷണൽ, ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച്. ബട്ട് നൈറ്റ് ബ്രഷിംഗ് ആഫ്റ്റർ ഫുഡ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ഇൻ യുവർ ലൈഫ്. Secondly, another probably a small tip or advice which I can give you is, നമ്മൾ രാത്രി ബ്രഷ് ചെയ്ത് കിടക്കുന്ന ഒരാള് രാവിലെ ഉറക്കമെണീറ്റ് ഇമ്മീഡിയറ്റ്ലി ബ്രഷ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബ്രഷ് ചെയ്യുക. കാരണം നമ്മൾ രാത്രി ഉറക്കത്തിൽ സ്വപ്നത്തിൽ എന്തെങ്കിലും കഴിക്കുന്ന അല്ലാതെ വേറെ നമ്മൾ കഴിക്കുന്നില്ല. സോ there is no point immediately brushing. Probably you can take a little bit of brush and just freshen up your mouth. And the proper brushing നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, എന്റെ ഫാമിലിയിൽ ഒരാളുണ്ട് ഇതുപോലെ. ഇത് വളരെ കൺവീനിയന്റ് ആയിട്ട് എടുത്തിട്ട് പുള്ളി മിക്കവാറും മറന്നുപോയി രാവിലെ ബ്രഷ് ചെയ്യാനായിട്ട്. അപ്പൊ കഴിച്ചോണ്ടിരിക്കുമ്പോ പുള്ളി ഇത് അയ്യോ ഞാൻ ബ്രഷ് ചെയ്തില്ല, മറന്നുപോയി. ഭാര്യയായിരിക്കും. അല്ല എന്റെ എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലി അല്ല, എന്നെ വെറുതെ തല്ലു വിളിക്കരുത്. അപ്പൊ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ പറഞ്ഞാല്,
അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ കമ്പോണൻസ് നമ്മൾ എത്ര വാഷ് ചെയ്ത് പോയാലും അത് രാത്രി ബ്രഷ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഓൾമോസ്റ്റ് 12 hours to 18 hours അത് വായിലിരിക്കുകയാണ്. നമ്മൾ രാത്രി ബ്രഷ് ചെയ്യാൻ മറന്നുപോയാൽ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് 24 മണിക്കൂർ അതിന്റെ റെസിഡ്യൂ വായിൽ തങ്ങിയിരിക്കണു, അതിന്റെ അകത്ത് ബാക്ടീരിയ ആക്ട് ചെയ്യണു, ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യണു, ബാഡ് ബ്രെത്ത്, ഡീകേ, ബ്ലാ 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 ഇഷ്യൂസ്. സോ ദ ബെസ്റ്റ് തിങ് നൈറ്റ് ബ്രഷിംഗ്, മോർണിംഗ് ബ്രഷിംഗ് ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ്. അത് ചെയ്താൽ 30-40% of your dental issues, I'm sure. മനസ്സിലായി. And your wife will let you kiss her or wife or girlfriend or whatever. Okay. Without അത് കണ്ണിലും കൂടി നോക്കണം കിസ് ചെയ്യുന്നതിന്റെ എഫക്ട് എങ്ങനെ ഉണ്ടെന്നുള്ളത്. പണ്ട് ഞാൻ നമ്മുടെ what is this ഒരു Dan Atkinson, what's his name, Mr. Bean. Before you go further, you can actually have a look at the glass. Look at my mug. I won't be surprised if your wife is shooting it and she's watching it. See, especially during lockdown period, it is better that you hold these cups. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊക്കി കാണിക്കുക. മറ്റേ എനിക്കൊന്ന് സോഹൻ റോയ് ആണോ പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല. ഈ കാലഘട്ടങ്ങളിൽ കുറച്ച് അനുസരണശീലം നല്ലതായിരിക്കും അവന്റെ ആയുസിനും ആരോഗ്യത്തിനും ഒക്കെ. അല്ല, അത് to be honest, the kind of phase which we are going through, we have learned a lot in the last now. എത്ര ദിവസമായിരുന്നു പോലും എനിക്ക് ഓർമ്മയില്ല. എത്ര ദിവസമായി I also lost count. ഇന്നലെ മിനിഞ്ഞാന്ന് ഞായറാഴ്ച ആരും പറഞ്ഞു കേട്ടു, എനിക്കറിയില്ല. ആ ഒരു അവസ്ഥയാണ്. But what has happened is, we have become slightly more accountable. We have learned how to within our resources how to live our life. Children also know endu venam endu venda. Extra demands are not there. We have also started to understand that there are more people living in our homes. Itra naal nammal there are a lot more people living around us ennulla karyam nammal manasilakkan thoddangi. We have been listening to spending quality time with our children and family, immediate family. And some old habits, like you said, I've been trying to brush up on my some sketching and painting habits, which I've lost many years back. Anganulla കാര്യങ്ങൾ I've been trying to do some reading also. I've been trying to do, and every day I've been listening to good lectures. Excellent. Seriously. The only thing is that lecture വരുന്ന എന്റെ ഭാര്യയാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ I've been the lectures also I've been, കാരണം വേറെ എക്സ്ക്യൂസ് ഒന്നുമില്ല. കടയിൽ പോയിട്ട് വരണം, കട പൂട്ടാൻ സമയം, ബാങ്ക് ഇപ്പൊ അടയ്ക്കും എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ? ഇരുന്ന് കേൾക്കുന്നില്ല. So lectures also I've been listening to. അപ്പൊ ശരിക്കും പറഞ്ഞാൽ വളരെ അനുസരണയുള്ള ഒരു ഭർത്താവായി മാറി. അപ്പൊ ഇതൊക്കെയാണ് ഈ ലോക്ക്ഡൌണിന്റെ പോസിറ്റീവ് ഔട്ട്കം. അപ്പൊ ഭാര്യമാര് ശരിക്കും പറഞ്ഞാല് ലോക്ക്ഡൌണിനോട് നന്ദി പറയണം ആക്ച്വലി, ഇല്ലേ? I think whatever we are going through, the outcome is only positive. അതിന്റെ അകത്തൊരു നെഗറ്റിവിറ്റി ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. this is something which we need to do. നെഗറ്റിവിറ്റി അല്ല, സാക്രിഫൈസ് നമ്മൾ കുറെ ചെയ്യുന്നുണ്ട്. It's not negativity. I think we are doing a lot of sacrifice. I frankly don't know how my profession is going to be shaped up post this COVID issue. Many professions, especially dentistry will see a lot of changes, is what I'm seeing, because dentistry is one profession. When we do this dental work, there's a lot of water and air spray which comes from the patient's mouth. It flutters out. And that's why patient saliva കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്. We also deal with blood. Very frequently we are the one who is closely in contact with blood. And ബാക്കിയുള്ള ഡോക്ടർമാരെല്ലാം പുറത്തിരുന്ന് ഗ്ലൗസ് ഇട്ട് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. But we are dealing with the moist cavity where the spread is more. All dentists or my fellow dentists, I'm sure they have to have some extra precautions henceforth. ഇപ്പൊ 3 മാസം കൊണ്ട് കോവിഡ് ഒക്കെ ശരി ചേട്ടാ, ഇന്ന് ഞാൻ നിർത്തിയിട്ടോ, ഇനി നമുക്ക് പിന്നെ കാണാം എന്ന് പറഞ്ഞ് കോവിഡ് പോകുന്നില്ലല്ലോ. ഈ ടെററിസ്റ്റുകളുടെ സ്ലീപ്പർ സെല്ല് പോലെ ഇത് it will be there all over. You can never say when it's going to.
So we need to be extra vigilant and careful. So So when I'm you mean to talking say about my it may change the very social behavior, അല്ലേ? Not just absolutely, dentistry. ഇപ്പൊ കൈ absolutely. കൊടുക്കല് അതെ കമ്പനികള് അതെ നമ്മള് എക്സാക്ട്ലി നമ്മൾ ഇന്ത്യക്കാർ വളരെ എപ്പോഴും ഒരു ക്ലോസ് കോണ്ടാക്ട് ഇന്ററാക്ട് ചെയ്യുന്ന അതെ ആൾക്കാരാണ് അതെ എപ്പോഴും. അതെ 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 നമ്മള് We need to touch people, to convey we are something. we are a physical set of population, very physical. Absolutely. So that physicality, I think will be, people will think twice. And the world we step out into post this COVID issue, I think we'll step into a different kind of a world. I think I heard one of your the speaker, Mr. Sohan Roy, when he was speaking, he was trying to say something on that front. That ഇനി നമ്മൾ ഇറങ്ങാൻ പോകുന്ന the world is going to be a totally different kind of a world where we need to unlearn a lot of things and learn something new. അതെ അദ്ദേഹം പറഞ്ഞത് 100% എനിക്ക് I found it very interesting what he was trying to speak of. And I don't know how our global travels, I don't know how that is also going to be, at least immediate future, the global travels. ഇതെല്ലാം and yeah, so professionally, professionally that is something we need to we probably ഇതിനകത്ത് we need to update ourselves and also be ready for change, അല്ലെ? ഒരു ready to face new challenges. അല്ല, കാരണം ചാലഞ്ച് ഒരു റിയാലിറ്റിയാണ്. അതിന് നമുക്ക് അത് നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ആ ചാലഞ്ചിലേക്ക് റെഡി ആവുക, മാനസികമായിട്ട് തയ്യാറെടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ ഇറ്റ് വിൽ fall in place. ബട്ട് are you hopeful, അല്ലേ? ഹോപ്പ്ഫുൾ അല്ലേ? കാരണം ഒരു മനുഷ്യൻ എന്ന നിലയിൽ, ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയിൽ നമ്മുടെ റെസിലിയൻസും നമ്മുടെ ഒരു എന്താണ് പറയാ, നമ്മുടെ ഒരു അഡ്വേഴ്സിറ്റിയിലുള്ള നമ്മുടെ ഒരു റിട്രാക്റ്റബിലിറ്റിയും നമുക്ക് പുറകോട്ട് പോയിട്ട് ആ അഡ്വേഴ്സ് എൻവയൺമെന്റ് കഴിയുമ്പോൾ തിരിച്ചു വരാനുള്ള ഒരു കപ്പാസിറ്റിയും ഒരു സാഹചര്യങ്ങൾക്കെതിരെ പടവെട്ടാനുള്ള നമ്മുടെ ഒരു ഹ്യൂമൻ ബീങ്ങിന്റെ ബേസിക് ഇൻസ്റ്റിങ്ക്റ്റും ഒക്കെ അത് ഇറ്റ് ഓൾ കിക്ക് അപ്പ് ഇറ്റ് ഓൾ കിക്ക് ഇൻ അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം. അപ്പൊ അതിലേക്ക് നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഇറ്റ്സ് എക്സ്ട്രീംലി ഇമ്പോർട്ടന്റ്, അല്ലേ? As the famous saying goes, change is the only thing which is permanent. And you and me have been changing periodically. നമ്മളുടെ ചെറുപ്പത്തിൽ we were absolutely novice towards computers or gadgetry. Our children are brought up in that kind of a culture, but we have changed, we have adapted. Adaptability എന്നാണ് ഞാൻ പറയുന്നത്. I mean, I think we should say human beings are the most adaptive species. Adaptability. So I think I'm sure we'll win. Yeah, and you're also a professor, you're a national office bearer of national ഈ പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് സൊസൈറ്റിയിൽ എത്ര പേരുണ്ട്? Our society is close to about 10,000 members strong, all over India. 10,000 പ്രോസ്റ്റോഡോണ്ടിസ്റ്റ് ഓർഗനൈസേഷൻ ആണ് any of the national secretary. ഇത് എങ്ങനെയാ ഇത് ഇതെല്ലാം കൂടെ ഒക്കെ ഈ രോഗികളെ കാണാനുള്ള സമയമുണ്ടോ? ഈ 10,000 പേര് മേയ്ക്കാന്ന് പറയുന്നത് ഒരു ചില്ലറ കേസല്ലല്ലോ. See, that's again where the digital technology comes to our help. Our head office is in Hyderabad, Indian Prosthodontic Society. Head office is based in Hyderabad. അവിടെയാണ് നമ്മുടെ മെയിൻ activity കാര്യങ്ങൾ. And we have 2 national events every year. One we have one national event for postgraduate students and one for our IPS, Indian Prosthodontic Society members. അപ്പൊ ഈ ഓരോ കൺവെൻഷനും 3,000, 2,500, 3,000 പേരൊക്കെ വരും. We deliberate and interact. We have open sessions where we take in ideas from people, and people also mail our president, secretary. We have our executive council. Or executive council പറഞ്ഞിട്ട് ഒരു ബോഡി ഉണ്ട് നമുക്ക്. We are about 45 of us. We meet periodically. And all these things are discussed there, and then it is implemented. എല്ലാവരും ഒരു collective decision ആണ്. അപ്പം so and we are a very strong professionally managed body. And one more on the lighter side, Sujil. We have one specialty. You said, our specialty is called Indian Prosthodontic Society. And we have a very great standing in the society because many times, നമ്മുടെ മെമ്പേഴ്സിനെ അഭിസംബോധന ചെയ്യുന്നത് IPS IPS സൊസൈറ്റി. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ നമ്മുടെ
നമ്മുടെ ഹെഡ് ഓഫീസിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു ഹോട്ടലിൽ നമ്മളെ സാധാരണ ബുക്ക് ചെയ്യാറുള്ള ഒരു ഗവൺമെന്റ് ഹോട്ടലുണ്ട്. അപ്പൊ അവിടെയാണ് പോയി. അപ്പൊ ചെന്നിട്ട് ഞാൻ പറയും ഞാൻ ഡോക്ടർ രൂപേഷ് ആണ്, IPS എന്നാണ് പറയും. IPS അവിടെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് പറഞ്ഞോടുകൂടി പെട്ടെന്ന് റിസപ്ഷനിൽ നിന്ന് രണ്ടുപേരും എണീറ്റ് വന്നു. എന്നിട്ട് എവിടെ അപ്പൊ ഞാൻ ഓർത്തു ഇത്ര റെസ്പെക്ട്, ഇങ്ങനെയുള്ള റെസ്പെക്ട് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ സാർ എന്നാ ഇതൊക്കെ ഫില്ല് ചെയ്യൂ സാർ എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഇപ്പം മാനേജർ ഇറങ്ങി വന്നിട്ട് സാർ ഏത് ബാച്ച് IPS ആണ് സാർ? ഞാൻ പറഞ്ഞു അപ്പോഴാണ് എനിക്ക് കത്തിയത് ഏത് ബാച്ച് IPS ആണ് ചോദിച്ചപ്പോ ഇന്ത്യൻ പ്രോസ്റ്റോഡോണ്ടിക് സൊസൈറ്റിയുടെ ഓ അതേപോലെ തന്നെ ഇപ്പം ഈ സിൻസ് ഐ ബിക്കം ദി സെക്രട്ടറി, ലോട്ട് ഓഫ് അവർ സീനിയർ മെമ്പേഴ്സ് ഓൾസോ കീപ് കോളിംഗ് മീ ഫ്രീക്വന്റ്ലി ഓൺ മൈ ഫോൺ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോളുകൾ കാണും. അപ്പൊ എന്റെ മമ്മി ഇടയ്ക്ക് ഇത് കണ്ടിട്ട് പറഞ്ഞു അവനിപ്പോ വലിയ പൊസിഷനിലാണ്, മിക്കവാറും കോളുകളൊക്കെ വരുന്ന പത്മനാഭൻ IPS, രംഗരാജൻ IPS, വലിയ വലിയ ആൾക്കാരെ പുള്ളിനെ എപ്പോഴും ഫോണിൽ വിളിക്കുന്നത്. ഇവരൊക്കെ ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള എന്റെ പാസ്റ്റ് പ്രസിഡന്റ്സും ഒക്കെയാണ്, രംഗരാജൻ സാറും അവരെല്ലാം. ഇവരൊക്കെ ഇടയ്ക്ക് എല്ലാരും ഇങ്ങനെ IPS വരെ എന്റെ മോനെ വിളിച്ചോണ്ടിരിക്കുന്നതാണ്. അപ്പൊ പുള്ളിക്കാരി എല്ലാം IPS ആണ്. പത്മനാഭൻ IPS, രംഗരാജൻ IPS, ഹിമാൻഷു IPS, പട്ടേൽ IPS എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുതി വെച്ചത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ these are all on the fun side of it. I know. So this lighter side of medicine. അതൊരു ഭയങ്കര രസകരമായ ഒരു സാധനമാണ്. എനിക്ക് എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു സാധനമാണ് ഈ നമ്മൾ ഈ പേഷ്യന്റ് ഡോക്ടർ ഇന്ററാക്ഷൻ അകത്ത് ഉണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ. ഇപ്പം പണ്ട് വേറെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ രോഗികൾ വന്നിട്ട് ഒരു ന്യൂറോ സർജന്റെ അടുത്ത് രോഗികൾ എപ്പോഴും ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ടാണ് സമീപിക്കുന്നത്. പക്ഷെ ഒടുവിൽ പരിശോധിക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, വെറും സ്ട്രെസ് ഡിസോർഡറോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ. അപ്പൊ അതുപോലത്തെ എന്തെങ്കിലും രസകരമായിട്ടുള്ള പേഷ്യന്റ് ഡോക്ടർ മറ്റേ സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത് കുറെ നാൾക്ക് മുമ്പ് അതായത് ഇനീഷ്യലി നമ്മുടെ പ്രാക്ടീസ് ഒക്കെ തുടങ്ങിയിരിക്കുന്ന സമയത്ത് ഇപ്പം ഒരു പേഷ്യന്റ് ഒരു വലിയ പ്രാക്ടീസ് ഒന്നും ഇല്ല, നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയം. അപ്പൊ ഇങ്ങനെ ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ ഒരു ജെന്റിൽമാൻ വാസ് നോട്ട് ടു വെൽ ഡ്രസ്ഡ്, അത്ര ഒരു. അപ്പൊ പുള്ളി വന്നിട്ട് ചോദിച്ചു സാറേ ഇവിടെ പല്ലെടുക്കുമോ? പല്ലെടുക്കും. ഒരു പല്ലിന് എത്ര സാറേ? അപ്പൊ അന്നത്തെ കാലത്ത് എന്തോ ഒരു പല്ലിന് എത്രയാണ്? ഒരു പല്ലെടുക്കാൻ എത്രയാ? അപ്പം ആദ്യത്തെ ചോദ്യം പല്ലെടുക്കുമെന്നായിരുന്നു. പറഞ്ഞ പല്ലെടുക്കില്ല. ഇവന്തോ ഞാൻ അത്ര എക്സ്ട്രാക്ഷൻ അധികം ചെയ്യാത്ത ഒരാളാണെങ്കിൽ പോലും ആദ്യകാലങ്ങളിൽ ഞാൻ ഇഷ്ടംപോലെ ചെയ്യുമായിരുന്നു. അപ്പൊ പറഞ്ഞ ഓക്കെ സാറേ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പല്ലിന് എത്രയാ? ആ സമയത്ത് വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യം പറയുന്നത്. അപ്പൊ അന്ന് അയച്ചിട്ടു 150 എന്താ പറഞ്ഞു. ഇയാള് കുറച്ചൊന്ന് പറഞ്ഞു സാറേ ഇതിന്റെ അകത്ത് ഒരു 10-12 പല്ലുണ്ട്, അത് എടുത്തിട്ട് എത്രയാന്ന് വെച്ചാൽ ഇങ്ങോട്ട് തന്നേക്കാം. സാറേ ഇവിടെ പല്ല് ഇതൊരു കംപ്ലീറ്റ്ലി ക്രിയേറ്റ് ചെയ്തൊരു സാധനമാണത്. അല്ല ഇതിന്റെ കാരണം എന്ന് പറഞ്ഞാല് ഈ ഡെന്റിസ്റ്റ് പഠിക്കുന്ന കുട്ടികള് പല്ല് വാങ്ങും. ഓ അത് ശരി, മനസ്സിലായോ? അപ്പം അതും ആയി. പിന്നെ ഞാൻ ആലോചിച്ച അങ്ങനെയും കൂടി ആയിരിക്കാം, അതും കൂടി ആയിരിക്കാം. പല്ലുകളൊക്കെ പണ്ട് നമുക്ക് ഈ നാച്ചുറൽ ടീത്തിലായിരുന്നു കുട്ടികളെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ഈ പ്രീ ക്ലിനിക്കൽ വർക്കുകളെല്ലാം. അപ്പൊ ഓരോ ക്ലിനിക്കുകളിലും വന്ന് പല്ല് എടുത്തോണ്ട് പോകും. ചില ഹോസ്പിറ്റലുകളിലൊക്കെ പോയി കമ്പൗണ്ടർമാരെടുത്ത് പറയും പല്ല് എടുത്തു വെക്കുമെന്നോ അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ ആദ്യം ഞാനൊന്ന് സ്റ്റണ്ടായി പോയെങ്കിലും പിന്നെ അയാളുടെ ചോദ്യം ഇതായിരുന്നു. ചോദ്യം വളരെ പെർഫെക്റ്റ് ആയിരുന്നു. സാർ ഇവിടെ പല്ലെടുക്കുമെന്ന് ചോദിച്ചാൽ ഒരു പല്ലിന് എത്ര? 150 രൂപ. പണിയൊന്നും ഇല്ലാതിരിക്കല്ലേ, പല്ലൊക്കെ എടുത്തിട്ട് ആർക്കെങ്കിലും വെക്കും മറിച്ചു വെക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമായിരിക്കും. അപ്പൊ പുള്ളി ആലോചിച്ചപ്പോ 12 പല്ല് ഇൻറ്റു 150, അത്യാവശ്യം കുറച്ച് കാശ് കിട്ടും. പിന്നെ പലപ്പോഴും ഈ പല്ല് അല്ലെ ഏതെങ്കിലും പേഷ്യന്റ് വഴക്കിട്ടിട്ടുണ്ടോ? അതായത് എന്റെ പല്ല് ഇങ്ങനെ ആയിരുന്നില്ല, ഡോക്ടർ എന്റെ പല്ല് എന്റെ പുറത്ത് പണിത് എന്റെ ഉള്ള ലുക്ക് കളഞ്ഞെന്നൊക്കെ പറഞ്ഞു. എന്റെ എക്സ്പീരിയൻസിൽ അങ്ങനെ ഒരു വഴക്കിടൽ സംഭവിച്ചിട്ടില്ല. വളരെ അപൂർവമായിട്ട് ചിലപ്പം ചില കോസ്റ്റിന്റെ പുറത്ത് എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചിലർ പറയുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ടു ബി ഐ മീൻ
to be fair to all sexes, it is very difficult to please a lady patient who's come for cosmetic work. അപ്പൊ ഇന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് പിറ്റേ വന്നിട്ട് സാറേ ഞാനേ ഇവിടെ ഒരു ഇച്ചിരി കൂടി ഇങ്ങനെ റൗണ്ട് ആക്കി കിട്ടിക്കഴിഞ്ഞാൽ നന്നായിരുന്നു, ഞാൻ ഇങ്ങനെയല്ല സാറേ പറഞ്ഞു, വേറെ ഇവിടെ ഇച്ചിരി കൂടി ഇങ്ങനെ ഇന്ന് എല്ലാം സാറ്റിസ്ഫൈഡ് പോയിട്ട് നാളെ വീട്ടിൽ പോയി കുറെ നേരം കണ്ടിട്ട് മുമ്പിൽ നിന്നിട്ട് സോ ദാറ്റ്സ് എ ഡിഫറെന്റ് സ്പീഷീസ് ഓൾ ടുഗദർ. സോ അങ്ങനെയുള്ള അതൊരു വഴക്കല്ല, ഒരു I faced some difficulties. അതെ, അപ്പം ഒരു ലേഡി, the lady is the one who changed their mind about changing their mind. There's a saying, they even change their mind about changing their mind എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം സോ അതല്ലാതെ വഴക്ക് പ്രശ്നങ്ങൾ അങ്ങനെ എന്റെ എക്സ്പീരിയൻസിൽ ഉണ്ടായിട്ടില്ല. ബേസിക്കലി ഒരു we try to deal with patients in that way too. It's a way how you deal. It is an angry word said, or it's an expression on your face which probably will elicit an anger from a patient. As far as possible, we try to. ഒത്തിരി ക്ഷമ വേണ്ട ഒരു ജോലിയും കൂടെ അല്ലേ? Because you are also an engineer. You are also an engineer. You are also a മേസ്ത്രി. You are also a handyman. ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ. Funnily enough, we are one profession where when we work, there is no interaction with the patient. അതിനാണല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പം സർപ്രൈസിംഗ്ലി വേറെ ഒരു ഇന്ററാക്ഷൻ ഇല്ല, നമ്മളൊന്നും കേൾക്കുന്നില്ല, പേഷ്യന്റ് ഒന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചോദിച്ചോണ്ടിരിക്കും വേദനയുണ്ട് ഇവിടെ എന്ന് ചോദിച്ചോണ്ടിരിക്കും. പേഷ്യന്റിനെ അയാൾ കൈകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ കാണിക്കുന്നത്. സോ പ്രോബ്ലി ഓവർ എ പീരിയഡ് ഓഫ് ടൈം, a good dentist, probably he can read mannerisms and from the patient's eye he can read whether patient emotion ഒക്കെ നമുക്ക് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവും. over a period of time I think a dentist became an expert in communicating through the eyes. അങ്ങനെയുള്ള കുറെ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു പെക്യുലിയർ പ്രൊഫഷനാണ് ഡെന്റിസ്ട്രി. But I'm sure you enjoy work. See, ഞാൻ ഇതിനകത്ത് കണ്ടിട്ടുള്ളത് ഡോക്ടർ രൂപേഷ് ലാൽജി, എന്റെ സഹപാഠി, വളരെ ചെറുപ്പം പോലെയുള്ള സുഹൃത്ത്, ഇതൊക്കെ ആയിട്ടും നിങ്ങളെപ്പോലുള്ള സുഹൃത്തുക്കൾ ഉണ്ടായിട്ടും കൂടി you have actually you're somebody who puts your heart and soul into whatever you do. ഞങ്ങളെപ്പോലുള്ള ഉഴപ്പന്മാരൊക്കെ ഉണ്ടായിട്ട് കൂടി അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. Whatever you undertake, you put your heart into it. Whether it's on performing on stage or being in front of the camera or giving a lecture, even കുറച്ച് കുട്ടികളുടെ അടുത്ത് ഫൺ ഗെയിംസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഉൾപ്പെടെ you spend a lot of time. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ ആ ക്ലബിന്റെ ഒരു പരിപാടി ഇതിനകത്ത് you were supposed to do some interaction with kids and then you had a flight to catch the previous evening and you sat in the plane and did the entire presentation. അങ്ങനെ എന്തോ ചെയ്തിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പൊ ഇത് does it come naturally to you or is it this commercial dentist concept of pleasing everyone and making people smile? ഇതെന്താണ് ഇതിന്റെ ഒരു പുറകിലൊരു സംഭവം? See, and interestingly you relate to kids, you relate to children very well. ഞാനത് പല ഏജ് ഗ്രൂപ്പിലുള്ള തീരെ കൊച്ചു കുട്ടികളായിക്കോട്ടെ, അവിടെ നിന്നൊരു ടീൻസിലുള്ള കുട്ടികളായിട്ട് you relate to them. ഭയങ്കര രസമായിട്ട് അവരടുത്ത് ഇന്ററാക്ട് ചെയ്യണം കാണാം. അവരാണെങ്കിൽ they treat you as one of them, not somebody who's 20 years older than or 25 years older than them. What is this magic? How does it happen to you? See, this thing about kids, I think only when you interact with somebody or in any age group below yours, that is what keeps you bubbly and youthful, is what ഞാൻ മനഃപൂർവ്വമായിട്ട് അങ്ങനെ ചിന്തിക്കുന്നില്ല, but that is what I've understood. Many times, Sujil, if you notice, most of our teachers, who have taught us in school or colleges, even dental colleges, my professors, many times I've observed that, they age very, very slowly. Correct. നമ്മുടെ സ്കൂളിലെ ടീച്ചർമാരെല്ലാം നമ്മുടെ എത്രയോ വർഷം നമ്മൾ അവരെ കാണാൻ പോകുമ്പോഴും അവര് പണ്ടെങ്ങനെ ഇരുന്നോ, ഈവൻ എന്റെ ഡെന്റൽ കോളേജിൽ പഠിച്ച പല പ്രൊഫസർമാർ റിട്ടയർ ആയി പോയിട്ടുണ്ടെങ്കിൽ പോലും അവരിപ്പോ കാണുമ്പോഴും എനിക്ക് ഏകദേശം അവർ അന്ന് എങ്ങനെ ഇരുന്നോ ഏകദേശം അതേപോലെ തന്നെയൊക്കെ തോന്നുന്നു. അതിന്റെ ഒരു കാരണം, എസ്പെഷ്യലി ദി സ്കൂൾ ടീച്ചേഴ്സ്, is because they are constantly interacting with these kind of
these kind of, and most of these teachers who have this attitude or who looks the same are people who have connected with children in a very, amicable manner. അപ്പൊ അങ്ങനെയുള്ള ടീച്ചർമാർക്ക് അപ്പൊ അതൊക്കെ ആയിരിക്കാം. ഇത് അറിഞ്ഞോ അറിയാതെ ചെയ്യുന്നല്ല, ബട്ട് ചിൽഡ്രൻ ബേസിക്കലി ഐ ഹോൾഡ് ദം ക്ലോസ് ടു മൈ ഹാർട്ട്. സോ എനിക്ക് എപ്പോഴും അവരായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ ഇഷ്ടമാണ്. പിന്നെ ഈ if you remember me, I to all the audience, I don't know how many of us are seeing it, but when I'm sitting here and talking to my good friend Sujil, when I joined an organization like Rotary initially, Sujil was the one who's instrumental in me joining an organization like Rotary. But if you notice, I absolutely couldn't stand in front of an audience of 10 people and could speak. അത് ഒരു പരിധി വരെ നമ്മളെ മാറ്റിയത് റോട്ടറി എന്ന് പറഞ്ഞൊരു സംഗതിയാണ്. നമ്മൾ ഫോഴ്സ് ടു സ്പീക്ക് സംതിങ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. And on top of it, when Sujil talks about this organizing some game and snippets and things like that, Sujil was the one who first pushed me into doing such a thing. I don't know whether you remember it. Many years ago we had this mid-towner snip, and you forced me to organize the game. So that is my first ever. And believe it or not, I thought the appreciation and probably the good word said, I probably started liking it. And invariably, when you saw that there was a scapegoat who could do things, so you pushed me on more and more. And otherwise, standing in front of an audience and speaking was impossible for me. In fact, English speaking also was a big kiramutti for me initially. Especially when I joined Mangalore, നമ്മളെ കേരളത്തിൽ നിന്ന് മാറി മംഗലാപുരത്ത് ഡെന്റിസ്ട്രി പഠിക്കാൻ വേണ്ടി ഡെന്റൽ കോളേജിൽ ചേർന്ന സമയത്ത് അവിടെ ഇറ്റ്സ് എൻ കോസ്മോപൊളിറ്റൻ ക്രൗഡ്, എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കുന്നു എല്ലാവരും. ആൻഡ് ഐ ജോയിൻഡ് ഇൻ അബൌട്ട് 2 or 3 months ലേറ്റ്. ഇത് കഴിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഫ്രണ്ട്ലി തമാശ പറഞ്ഞു ഇംഗ്ലീഷ്. ഈ ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജിന്റെ to know that you have a command over the language, you should be able to joke in that language. Very true. Fully agree. അപ്പൊ ഇങ്ങനെ ഇംഗ്ലീഷിൽ അവർ തമാശ പറഞ്ഞു ചിരിക്കണം. ഞാനിങ്ങനെ പുറയിൽ വരുന്ന ഞാനും എന്റെ വേറെ 1-2 സുഹൃത്തുക്കളുണ്ട്. അപ്പം ഞാനും one of my friends in Mangalore, we went and joined an English speaking course. കാരണം സഹി കിട്ടു ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. അവിടെ പോയി ഒരു 3 months ഒരു ക്രാഷ് കോഴ്സ് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ 2 മണിക്കൂറോടെ പോയിരുന്നു. അപ്പൊ നെസസിറ്റി, ഐ തിങ്ക് പ്രോബ്ലി ഇതൊക്കെ ആയിരിക്കാം പല കാരണങ്ങളും എനിക്ക് തോന്നുന്നു. But then that is surprising. Actually, it is shocking to me because you always were an excellent student. All your എനിക്കറിയാവുന്ന ചെറുപ്പകാലം തൊട്ടുള്ള you were a very studious character. Though you enjoyed being part of arts and sports and all that, but then you were more to do with being a good student. You were the quintessential good boy. ഞങ്ങളൊക്കെ സ്കൂൾ മറ്റേ ക്ലാസ് റോക്സ് ആയിരുന്ന കാലത്ത് you were part of the quintessentiality. ഈ ഗുഡ് ബോയ് എന്ന് പറയുന്നതിന്റെ അകത്ത് കുറെ സബ്മിസീവ്നെസ് ഉണ്ട്. ഇതിന്റെ അത് നമ്മൾ എസെൻഷ്യലി അക്കാഡമിക്സിന്റെ ഗുഡ് അല്ല നീ ഉദ്ദേശിക്കുന്നത്. I never used to get into much of a trouble in our Sambhavam school. That's what you meant. Even in our Lady of Hope school. Private schools. So basically, ഒരു submissiveness ആയിരുന്നു എന്റെ predominant character. And when we don't naturally get into too much of trouble, the teachers also will say, good boy എന്ന് പറയും. It has nothing to do with academics or whatever. Even this Mangalore was an opportunity to break free, but ആ സമയത്ത് സംസാരിക്കാൻ ഭാഷ വരുന്നില്ല. അപ്പം see, you have been again, and I should be saying that you have been a part of my life, which has put me in different positions. Like I said, about standing in front of an audience and speaking, and that's game and blah. Other than that, you gave me the opportunity to be on a movie yourself, which in my wildest imagination I thought I probably will never be able to do. And even the drama which we did together, Man from the Earth, and the small theatrics which we used to do in our group. Benefactor. So all these things have molded
and things like that. And sometimes സാറ് ഇടയ്ക്ക് മൂവി കണ്ടിട്ട് ആരും എടുത്ത് ചോദിച്ചു, സാറ് നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ, സാർ ഇങ്ങനെ ആക്ടിങ് പഠിക്കുകയോ എന്നതിലേക്ക് തന്നെ. All married men are good actors, so it comes naturally. ഇതിനകത്ത് see what astonished me was നമ്മൾ ഈ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറെ പേര് നമ്മൾ അതിനു മുമ്പ് ഓഡിഷനൊക്കെ വിളിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ I was almost ready to go with another person. പക്ഷെ എന്നാൽ there is something that was pulling me back. എന്തോ ഒരു 70% ഓക്കെയാണ്, പക്ഷെ ഒരു 30% എന്തോ എവിടെയോ ഒരു പ്രശ്നം. പക്ഷെ എനിക്കത് പറയാനും പറ്റുന്നില്ല. ഞാൻ ഇനി പറഞ്ഞാൽ അത് മണ്ടത്തരാകുന്ന ഒരു പേടി എനിക്കുണ്ട്. ഞാനത് കാരണം ഈ കാസ്റ്റിംഗ് ഡയറക്ടറോട് പറഞ്ഞത് അയാളോട് പറയണ്ട നമ്മളത് കൺഫേം ചെയ്തത്. എനിക്ക് എന്തോ സംതിങ് കീപ്സ് ടെലിംഗ്. എനിക്കിപ്പോഴും അറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ ഒന്ന് അത് ഹോൾഡ് ചെയ്യും. ഐ നീഡ് ടു convince myself 100% before I go to the shoot. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അല്ലല്ല വർക്ക്ഷോപ്പിന് മുമ്പ് നമ്മള് we went to മൂന്നാർ. ആ സമയത്താണ് ഞാൻ I took some photographs of yours. ഞാൻ എന്റെ അന്ന് ഞാൻ കുറച്ച് പടങ്ങൾ എടുത്ത് അവിടെ വെച്ചു. ആ പടങ്ങൾ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടവയെന്ന് ഇറ്റ് ക്ലിക്ക് മീ, ഇതല്ലേ ഞാൻ നോക്കിക്കൊണ്ടിരുന്ന ആള്. കാരണം ഒരു ക്വിൻറ്റസെൻഷ്യൽ ഗുഡ് ബോയ് ലുക്ക് വേണം. കാരണം the role demanded somebody who is extremely successful in his professional life. പക്ഷെ ഈ ഹൈ നെറ്റ്വർത്ത് ഇൻകം ഗ്രൂപ്പ് ഫാമിലീസിനകത്തുള്ള ആൽക്കഹോളിക് അബ്യൂസ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഹിഡൻ ആണ്. പുറമേയുള്ള ആളുകൾക്ക് അറിയില്ല. അങ്ങനെയുള്ള ആളുകളെ അവരുടെ ഉള്ളിലാണ് ഒരു ഇംപ്ലോഷൻ ആണ്. അപ്പൊ എക്സ്പ്ലോഷൻ അല്ല, ഇംപ്ലോഷനാ. അപ്പൊ അങ്ങനത്തെ ഒരു ലുക്ക് എനിക്ക് കൃത്യമായിട്ട് കിട്ടിയത്. I'm not implying that you had this alcoholic abusive nature, but അത് you had that quintessential good looks made you the right candidate. But then അത് കഴിഞ്ഞിട്ട് by the time we did the workshop and all that, you were completely amazing. അപ്പൊ എനിക്ക് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്, ഞാൻ എന്റെ കൂടെ ചെറുപ്പം പോലെ പഠിച്ച ഒരാളാണ് ഡോക്ടർ രൂപേഷ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? എന്റെ ഇടയിൽ ഞങ്ങള് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാണുന്ന വർഷങ്ങൾക്ക് ശേഷമാണ്. സോ he did his dentistry, BDS and MDS elsewhere. അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തിനോട്, ഇത് എവിടെ, ഇതിന്റെ ഇടയിൽ വല്ല ആക്ടിങ് വല്ലതും ഉണ്ടായിരുന്നു കോളേജില്? അപ്പൊ എന്നോട് ഇല്ല. പക്ഷെ നീ എങ്ങനെ ഇത്ര എഫർട്ട്ലെസ് ആയിട്ട് അഭിനയിക്കുന്നത്? വളരെ കൂളായിട്ട്, ആസ് ഇഫ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ എനിക്കൊരു 3 ടേക്ക് 4 ടേക്കിന് മുകളിൽ പോയിട്ടേ ഇല്ല. അപ്പൊ അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടല്ലോ. ഇതിനു മുമ്പ് നീ ഉറപ്പായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞ് ശരിയാണ് ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഞാൻ ഗ്രേഡ് 2-ലെ 3-ലെ അങ്ങോട്ട് പഠിക്കുമ്പോ ഒരു സ്കൂളിലെ നാടകത്തില് ഒരു ഭടനായിട്ടാണ് അഭിനയിച്ചത്. അപ്പൊ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഞാനും അതേ നാടകത്തിൽ മറ്റൊരു ഭടനായിരുന്നു. അപ്പോ ഞങ്ങൾ 10-35 ഭടന്മാർ ഒരുമിച്ചൊരു സ്റ്റേജിൽ നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ 35 ഭടന്മാരിൽ ഒന്ന് ഡോക്ടർ രൂപേഷും ഒന്ന് ഞാനുമായിരുന്നു. അപ്പൊ ആ ഒരു അവിടെ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരുടെയും തുടക്കം. അന്ന് നമ്മളെ നാടകത്തിന്, നമ്മുടെ ചെറുപ്പത്തിൽ ആ നാടകത്തിന് നമുക്ക് മീശ വെക്കാൻ വേണ്ടി ഒരു പശയോട് ഒട്ടിക്കും. അതെ അതെ കറക്റ്റ്. ഒരു പഞ്ചിന്റെ സ്മെല്ലാണ് പശയ്ക്ക്. എനിക്ക് ആ സ്മെല്ല് ഇപ്പോഴും സഹിക്കാൻ പറ്റില്ല. അതെനിക്ക് തോന്നുന്നു മറ്റേ ഗമ്മം കണ്ടാന്ന് എനിക്ക് തോന്നുന്നു. അത് ഈ സ്കിന്നിലൊന്നും ഒട്ടിക്കുന്ന സാധനമൊന്നുമല്ല. അപ്പൊ അതിങ്ങനെ ഒട്ടിക്കുമ്പോ മൂക്കി കൂടി ഇങ്ങനെ തുളഞ്ഞിട്ട് ഇവിടെ വരെ എത്തും നമ്മുടെ ആ സ്മെൽ. അതിപ്പോഴും ഉണ്ടാവും ആ മീശ വയ്ക്കല്. അതെ അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്റെ ഫുൾ ഫാമിലിയാണ് വന്നത് മകന്റെ അഭിനയം കാണാനായിട്ട്. എനിക്ക് തോന്നുന്നു ഫ്രണ്ട് റോയിലോ സെക്കൻഡ് റോയിലോ കണ്ടിരുന്നാണ് എന്റെ മൊത്തം ഫാമിലി, അച്ഛനമ്മ, സിസ്റ്റേഴ്സ്, ഫാദറിന്റെ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ. അവരെന്നെ തിരിച്ച് വീട് വരെ കളിയാക്കി. അല്ല നിന്നെ ഇതിനകത്ത് എവിടെയായിരുന്നു, ഏത് റോയിലായിരുന്നു? 35 പേരെ കണ്ടുണ്ടല്ലോ സ്റ്റേജിൽ. മകന്റെ അഭിനയം കാണാനായിട്ട്, ഭാവാഭിനയം കാണാനായിട്ട് വന്നതാണല്ലോ ഇവരെല്ലാരും കൂടെ ചേർത്ത്. അപ്പൊ അതിന്റെ ഒരു ചമ്മൽ എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല ആലോചിക്കുമ്പോ. പക്ഷെ നമ്മുടെ ആദ്യത്തെ അരങ്ങ് അതാണ്. ഇനിയോ നമ്മളുടെ രണ്ടുപേരുടെയും വളരെ ചെറുപ്പം പോലെ പഠിച്ച ഷാനവാസ് ഇപ്പൊ മെസ്സേജ് ചോദിക്കുന്നുണ്ട് എവിടെയാണ്. അപ്പൊ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാല്, എനിക്കിപ്പോഴും ഓർമ്മയുള്ള ഒരു കാര്യം, എനിക്ക് ഇന്നലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ ഓർമ്മയൊന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഫസ്റ്റ് ആ കിൻഡർ ഗാർഡനിലെ ആദ്യത്തെ ദിവസം, അത് ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഡേ ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ യു. ഐ ഡോണ്ട് നോ വെദർ യു റിമെമ്പർ മീ. എനിക്ക് 2 പേരെ ഓർമ്മയുള്ളതിൽ ഒന്ന് നീയും ഒന്ന് ഈ ഷാനവാസുമാണ്.
ഷാനവാസ് ഇത് കേൾക്കുന്നുണ്ട ഒരു പക്ഷേ. ഷാനവാസിന് എനിക്ക് ഓർമ്മയുള്ളതെന്ന് പറഞ്ഞാല് ആ ക്ലാസ്സിൽ ഏറ്റവും അലറി നിലവിളിച്ച് എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം ഉണ്ടാക്കി കരഞ്ഞ ഒരു കഥാപാത്രമാണ് ഇപ്പൊ എന്നോട് ചോദിക്കുന്നത് എവിടെയാണ്, എറണാകുളത്താണോ ദുബായിലാണോ എന്ന് ചോദിച്ചിട്ട് ഇപ്പൊ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഏറ്റവും വെളുത്തൊരു പയ്യന്. ഏറ്റവും അതെ, ഇവനേക്കാളും വലിയ അവനേക്കാളും വെളുത്ത ആളില്ലല്ലോ ലോകത്ത്. അവനെ ഒരു കളിപ്പേരും വിളിക്കുമായിരുന്നു. അതെ അതെ, അതിപ്പോ പറയണ്ട, ആൾക്കാര്. പക്ഷെ അവനൊരു സിനിമാ നടനെ പോലെ സുന്ദരനായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ, പ്രായം അദ്ദേഹത്തിന് ഒരു വിഷയമല്ലാത്ത രീതിയിൽ. ഇനിയോ അപ്പൊ ഗെറ്റിംഗ് ബാക്ക് ടു ഡോക്ടർ റൂപേഷ്, യു ഓൾസോ ഡ്രൈവ് എ ഹാർലി ഡേവിഡ്സൺ, യു വെയർ എ ബ്ലാക്ക് ഓൾവേസ്. ഈ ബ്ലാക്കിനോടുള്ള ഒരു ഇഷ്ടവും ഹാർലി ഡേവിഡ്സണും ഇതൊക്കെ ഇതിനകത്തൊരു ചെറിയൊരു ഒരു എന്താണ് പറയാ, ഒരു ചുറ്റിക്കളി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതെന്താണ് സംഭവം? മൊത്തം യൂസ് ചെയ്യുന്ന മൊത്തം ബ്ലാക്ക് ആണ്. എന്താണ് ഇതിന്റെ പുറകിലുള്ള ഒരു ഓക്കെ, ടോക്കിംഗ് അബൌട്ട് ദിസ് ഹാർലി, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു അഭിലാഷം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു നമുക്കൊരു പൊസസ് ചെയ്യണം, സംതിങ് വിച്ച് യു ഹാവ് ഡ്രീംഡ് ഓഫ്, ഹേർഡ് ഓഫ്. ഹാർലി ഡേവിഡ്സൺ അത്രയൊക്കെ ഉള്ളൂ. നമ്മള് ഇങ്ങനെ അവിടെ വെൻ ദ ഷോറൂം ഓപ്പൺ ഇൻ കൊച്ചിനോ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിരുന്നതും ആരാധിനോട് നോക്കിയിരുന്ന കുറെ റൈഡേഴ്സും അങ്ങനെയുള്ള സംഗതികൾ. അപ്പൊ ഇവരുടെ കൂടെ ഇനീഷ്യലി ഗോ ഫോർ റൈഡ്സ്, Sunday morning rides and things like that. I've made some good friends also in the hog groups. ആ സമയത്ത്, to be honest, the bike also has given me some great mileage in looks also. നമ്മൾ എവിടെ പോയി വണ്ടി നിർത്തിയാലും കുറെ ആൾക്കാർ വരും, ഫോട്ടോ എടുക്കും, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ട്. ബട്ട് honestly, I miss doing my rides now because I have a renal issue. I have a partial renal, so after that I've not been doing the rides. പക്ഷെ അതെപ്പോഴും ഒരു പൊസിഷൻ പോലെ എന്റെ നോക്കുക. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി ഒന്ന് കഴുകി. പണ്ട് ഏതൊരു സിനിമയിൽ ജയൻ ഒരു കുതിര ശരപഞ്ചരം അതേപോലെ ഞാൻ പോയി ഒന്ന് സോപ്പൊക്കെ ഇട്ട് തന്നെ കഴുകി ഒന്ന് മസിലൊക്കെ തേപ്പിക്കും. So ഈ ബ്ലാക്ക്, since you asked me, it's very interesting because ഞാൻ whenever I go to any kind of a function, be it ഒരു കാര്യം പറഞ്ഞോട്ട്, ബ്ലാക്ക് ഇടാത്ത ഒരേ ഒരു സാഹചര്യം കണ്ടു. അത് I insisted that you wear normal clothes for my film. ആ സമയത്താണ് മഞ്ജുഷ പറഞ്ഞ് പ്രത്യേകിച്ച് ഞാൻ പോയി 2 കളർ മാറ്റി 2 ഷർട്ടും പാന്റും വാങ്ങിയത്. അപ്പം മഞ്ജുഷ സ്പെസിഫിക്കലി കുറച്ച് ചിത്രങ്ങൾ അയച്ചു തന്നിരുന്നു എനിക്ക്, ഇത് തന്നെ പോയി വാങ്ങണം. അത് കുറച്ചാൾ ഞാൻ ഇട്ടുകൊണ്ടിരുന്നു കേട്ടോ. ബട്ട് if you ask me, this question I get repeatedly from many, when for some talk, അല്ലെങ്കിൽ എന്തെങ്കിലും എക്സാമിന് പോകുമ്പോഴും കുറച്ച് കഴിയുമ്പോൾ 2 കൊണ്ട് സാറി കറുപ്പിടുന്നതിന്റെ എന്തിനാ, വേറെ തുണിയൊന്നും ഇല്ല, വേറെ ഡ്രസ്സൊന്നും ഇല്ല സാർ എന്ന് ചോദിക്കും. But it is something which I thought I felt very comfortable. I don't know whether you've seen me a few years ago. I was slightly bigger in mass, if you correct. അപ്പൊ ആ സമയത്ത് എന്റെ മനസ്സിൽ തോന്നിയതാണ്, ഒരു ഇച്ചിരി കറുപ്പിട്ട് കഴിഞ്ഞാൽ normally the black has a tendency to make you look leaner. It has that tendency, അപ്പൊ അന്ന് മുതലാണ് ഇപ്പൊ ആൾക്കാര് തടിയ എന്നൊക്കെ വിളിച്ചു തുടങ്ങി അന്ന്. അപ്പൊ അന്ന് മുതൽ ഈ ബ്ലാക്ക് ഇട്ടപ്പോ ഒരു ഇച്ചിരി ട്രിം ആയിട്ടെന്നൊക്കെ എനിക്ക് തന്നെ തോന്നി തുടങ്ങി. So that is where this fetish for black started. Then I started feeling comfortable wearing black. നമ്മള് പ്രത്യേകിച്ച് നമ്മള് ഒരു തുണി എടുക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ആലോചിക്കാനൊന്നുമില്ല. കറുപ്പ് when you pick up a shade of black or a shade of gray, when you pick it up, there's nothing much to think about. അത് വേണോ, ഇത് വേണോ, ട്രയൽ വേണോ. So that is all. എത്ര ബ്ലാക്ക് ഷർട്ട്സ് എത്ര ഉണ്ട് ഇപ്പൊ? കുറെ ബ്ലാക്കേ ഉള്ളൂ. അതന്നെ, എത്ര ഉണ്ടാവും? But now I've slowly started changing to other shades. If you notice, this one has some specks of white to it. So അതെ കുറച്ച് ഗ്രേയിഷ് പിഞ്ചൊക്കെ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. അല്ല, യു ആർ ഓൾവേസ് എ വെരി ഫാഷനബിൾ, ഫാഷൻ കോൺഷ്യസ് പേഴ്സൺ, വെരി ടെക് ഡ്രിവൺ, ലേറ്റസ്റ്റ് മൊബൈൽ ഫോൺസ്, ലേറ്റസ്റ്റ് സ്റ്റീരിയോസ് അറ്റ് ഹോം. ഇതൊക്കെ ഈ ഒരു ക്രൈസ് പണ്ടുണ്ടായിരുന്നു എനിക്ക്, ഇഫ് ഐ ആം നോട്ട് മിസ്റ്റേക്കൺ.
ഈ ഒരു ക്രൈസ് മാത്രമേ ഉള്ളൂ. ഐ ഡോണ്ട് സ്പെൻഡ് മണി ഓൺ എനി വിമൻ അതർവൈസ്. സോ the money is spent basically on these kind of things. On inanimate objects. A mobile, you technically cannot call it an inanimate because sometimes ഭാര്യ ദേഷ്യം വരുമ്പോഴേക്ക് വലിച്ചെറിയറൊക്കെ ഉണ്ടാവും. അത് ആ സമയത്ത് അത് മൊബൈലാണ്. മൊബൈൽ, that's why it's called mobile. How can you call Sujil, how can we call a mobile an inanimate object? It's an oxymoron. Correct. I take my words back. It's an oxymoron. It's oxymoron, yeah. Very true. Now, interestingly, I remember your wife, Dr. Deepa, നമ്മുടെ ഫിലിമിന്റെ ഒരു പ്രിവ്യൂ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ദീപ താഴെ വീണ് ഉരുണ്ട് കിടന്നിച്ചിരിക്കുന്നു. അപ്പൊ സീൻ എന്താണ്? ഭർത്താവ് ഭാര്യയോട് ചൂടാവുന്ന രംഗമാണ് രാവിലെ. നീ ഇതുവരെ എന്ത് ചെയ്യായിരുന്നു? മറ്റേ നേരത്തെ പറയായിരുന്നില്ല, അസുഖമുള്ളത് നേരത്തെ പറയായിരുന്നില്ല, സ്കൂളിൽ നേരത്തെ പറയായിരുന്നില്ല. എന്നിട്ട് ഭാര്യയോട് ഷൗട്ട് ചെയ്യുന്നതാണ് ഇപ്പോഴാണ് പറയുന്നത്. അതെ, ഇപ്പോഴാണ് പറയുന്ന രംഗം. അപ്പൊ അത് ഇതിന്റെ പ്രിവ്യൂ കണ്ടോണ്ട് ഞാൻ നോക്കുമ്പോ ദീപ തറയിൽ ഉരുണ്ട് കിടന്നിച്ചിരിക്കുന്നത്. ഇത് അഭിനയൊന്നും അല്ല, ഇതാണ് ഒറിജിനൽ. അപ്പൊ ഇങ്ങനെയാണോ ഈ പുറത്ത് ഈ ക്വിന്റസെൻഷ്യൽ ഗുഡ് ലുക്സിന്റെ അകത്ത് ഒരു ചൂടനുണ്ടോ? നമ്മളിൽ എല്ലാവരിലും ഒരു ചൂടനില്ലേ? അതുണ്ട്. എന്റെയൊക്കെ അകത്തൊക്കെ സെയിം തന്നെയാ. അതെ. അപ്പം to be honest, I also confess, sometimes it was unwarranted many times. അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്ക് തന്നെ ഒരു മാനസാന്തരം തോന്നും, മനസ്സിൽ തോന്നും അത് വേണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ പൊതുവെ ദേഷ്യം വന്നാൽ ഇച്ചിരി ഒച്ച കൂടുതൽ എനിക്ക്. Okay. Now, on that note, I think we have come to the end of the chat show. Now, Rupesh Laljee, I know you for a lifetime, as a friend, as a fellow student, fellow clubmate. We worked on the same film, got on the same stage. ഇതൊക്കെ നമ്മുടെ ചെറുപ്പകാലം മുതലുള്ള ആളുകൾ നമ്മുടെ ഒപ്പം ഒരു ലൈഫ് മുഴുവനൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര ഒരു ബ്ലെസ്സിംഗ് ആണ്. ഇപ്പൊ ഈ ചാറ്റ് ഷോയിൽ വരുന്നതിൽ അത് ഐ കൺസിഡർ ഇറ്റ് വൺ ഓഫ് മൈ ബ്ലെസ്സിംഗ്സ് ഓഫ് ലൈഫ്. ആൻഡ് ഐ ആം സംബഡി ഹു ഹാസ് ഓൾവേസ് ക്ലോസ്ലി വാച്ച്ഡ് യു ഇവോൾവ് ഫ്രം ദിസ് typical quintessential boy into a naughty adult, and from a naughty adult to a responsible social leader to a committed doctor. അത് ആ ഒരു ജേർണി ഞാനും വാച്ച് ചെയ്തിട്ടുണ്ട് ഭയങ്കര ക്ലോസ് ആയിട്ട്. അപ്പൊ അത് താങ്ക് യു ഫോർ ബീങ് പാർട്ട് ഓഫ് അവർ ലൈഫ്, പാർട്ട് ഓഫ് മൈ ലൈഫ് എസ്പെഷ്യലി. And thank you for and thank you for being yourself all the time. You've never compromised on being yourself, which is one of the best things that to talk about you. I ride a Harley. Can't ride a Harley. But then you've never been a snob, or you've always treated everyone equally. And your love for children, phenomenal. Your love for music, that's something which very few people know, that you are a complete music buff. And you're a news junkie, if I'm not mistaken. You practically grab and gather every kind of news that comes your way, in terms of fun news ആണെങ്കിൽ കൂടി. അപ്പൊ on this fun note, ഒരു ഫൺ ക്വസ്റ്റ്യൻ നമ്മുടെ ആളുകളോട് ചോദിച്ചിട്ട് നമുക്ക് ഇതിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. Because you're known for your fun questions. Okay, let's have it from your end. This is the month we just finished March, isn't it? We are into April. April 6th. So yeah. So are you good in math, Sujil? Are you good in math? No, my mathematics is as good as a Pakistani sense of justice. Without touching a mobile. Now, can you tell me how many seconds are there in a minute? 60 seconds. How many seconds are there in an hour? In an hour? Ayyo. Adu etraya? ഒരു മിനിറ്റിൽ 60 seconds. In an hour? 60 into ayyo. എത്രയായി? 600 ഓ? അവിടെ തന്നെ you lost it. So the next question I'm going to ask you will blow your top off. And I want you to tell me how many seconds are there in a year. That you need to tell.
ഇത്രയൊക്കെ അറിയാമെങ്കിൽ ഞാൻ വല്ല ആസ്ട്രോണോട്ടോ without using a mobile, okay? Because there is a way to calculate it easily. So that's my riddle, and that's my question for you. Okay. ഞാൻ മിക്കവാറും ഞാൻ ചോദിച്ച ചോദ്യം ഞാൻ തിരിച്ചെടുക്കുന്നു. പക്ഷേ knowing me, I am also is an absolute dud with math. So there is a flip side to this question. So yeah, let us see. Okay. എല്ലാവരും ഈ പറയുന്ന ആൾക്ക് എത്ര മിനിറ്റ് കൊടുക്കാം നമുക്ക്? 2 മിനിറ്റ് ഇതിനുള്ളിൽ ഉത്തരം പറയുന്നവര്. And you should not 2 seconds. 2 seconds. I can calculate in 2 seconds, Sujil. Okay. എന്നാ പറ പെട്ടെന്ന്. There are 12 seconds in a year. 2nd of Jan, 2nd of Feb, 2nd of March, 2nd of April. So that was I'm sure people who would have probably seen the posters of you coming alive, this is going to be a high intense dental display. Instead, it was an absolutely fun interaction between two childhood friends, and thank you so much. Thank you so much, Rupesh, once again. God bless, and may you live long enough to entertain and enthrall your audiences, whether they are students, whether they are your clubmates or your friends, your spectators. God bless you. Thank you so much. From ViralBreak. God bless. Yeah, absolutely.